നേപ്പാളിൽ പ്രതിഷേധത്തിന് മറവിൽ ജയിലിനുള്ളിൽ കലാപം 5 പേർ മരിച്ചു, 7 പേർക്ക് പരിക്കേറ്റു. ബാങ്കയിലുള്ള ജയിലിലും ജുവനൈൽ ഹോമിലുമാണ് ഏറ്റുമുട്ടലുണ്ടായത്. ജയിലിൽ നിന്ന് 149 തടവുകാരും ജുവനൈൽ ഹോമിൽ നിന്ന് 76 കുട്ടികളും പുറത്തു ചാടി. സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു. അനധികൃത ആയുധങ്ങളും വെടിയുണ്ടകളും സൈന്യം പിടിച്ചെടുക്കും. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, ജയിൽ ബ്രേക്കൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അരക്ഷിതമായ സാഹചര്യമാണ് നേപ്പാളിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ്. സൈന്യത്തിന് എത്രത്തോളം സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുന്നുണ്ട്? മധു, ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും ഒരു അവസ്ഥ ഇന്ന് നഗരത്തിലില്ല, കാഠ്മണ്ഡുവിലോ മറ്റു സ്ഥലങ്ങളിലോ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് സൈന്യം പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ നിയന്ത്രണ വിധേയത്തിലാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, പല മുൻ മന്ത്രിമാരും അവരുടെ വീടുകളിൽ തുടരുകയായിരുന്നു. അവരെയൊക്കെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് സൈന്യം മാറ്റിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ചിലയിടങ്ങളിൽ സൈന്യം നടത്തുന്ന ഇടപെടലുകൾക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട്. പക്ഷേ അതൊരു അക്രമാസക്തമായ സ്ഥിതിയിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ മറ്റൊരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നേപ്പാളിലെ പല ജയിലുകളിൽ നിന്നായി 3000-ഓളം തടവ് പുള്ളികളെ പുറത്തിറക്കിയിട്ടുണ്ട്. ജയിലുകൾക്കുള്ളിൽ കലാപം, ജയിലുകൾ തകർത്തുമൊക്കെയാണ് ഇവർ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയ തടവുകാരും മറ്റ് വലിയ കുറ്റകൃത്യം ചെയ്ത ആളുകളും ഒക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ഒരു കലാപത്തിന്റെ ഭാഗമായി പലയിടങ്ങളിൽ നേരത്തെ സംഭവിച്ചതുമാണ്. എന്തായാലും ഇന്നത്തെ അവസ്ഥയിൽ വൈകിട്ട് 5 മണി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്താകമാനം. വൈകിട്ട് 5 മുതൽ നാളെ രാവിലെ 6 മണി വരെ കർഫ്യൂവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈന്യം. വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു താൽക്കാലിക സർക്കാരിനെ രൂപീകരിച്ച് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് നേപ്പാളിൽ ഇപ്പോൾ. ശരി, ഇപ്പോൾ മാതൃഭൂമി ലേഖകൻ ശ്രീകാന്ത് കൂടി നമ്മളോടൊപ്പമുണ്ട്. ശ്രീകാന്ത് അവിടെ നേപ്പാളിൽ സന്ദർശനത്തിന് പോയതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അവിടെ തന്നെ തുടരുകയുമാണ്. ശ്രീകാന്ത്, കേൾക്കാമോ? തിരികെ വരാനുള്ള സാഹചര്യം എത്രത്തോളം തുറന്നു കിട്ടിയിട്ടുണ്ട്? ഇന്നിപ്പോ രാവിലെ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രസ് റിലീസ് ഇറക്കിയിരുന്നു. ഈ കർഫ്യൂ 6 മണി വരെ മാത്രമേ ഉള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ അനിശ്ചിതത്വം തുടരുകയാണ്. മിക്കവാറും നാളേക്ക് എയർപോർട്ട് ഓപ്പൺ ചെയ്യുമെന്നാണ് അറിയാൻ കേട്ടിട്ടുള്ളത്. ഒഫീഷ്യലി അല്ല, അല്ലാതെ കർഫ്യൂ എന്നാലും 6 മണിക്ക് കഴിയുമെന്നാണ്. സൈന്യം കൂടുതൽ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നു. നഗരം പൂർണ്ണമായും സൈന്യത്തിന്റെ അധീനതയിലാണ്. പക്ഷേ നഗരത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ആൾക്കൂട്ടം ജംഗ്ഷനിൽ കൂടുന്നുണ്ട്. പലയിടത്തും ഇന്നലെയൊക്കെ നടന്ന കത്തിച്ച അവശിഷ്ടങ്ങൾ ഇന്നും നിന്ന് കത്തുന്നുണ്ട് ഞങ്ങൾ പുറപ്പെടുമ്പോഴേക്കും. പിന്നെ വേറൊരു കാര്യം കണ്ടെന്ന് വെച്ചാൽ ഈ ഷോപ്പിംഗ് മോള് 1-2 മോളുകൾ കത്തിച്ചിരുന്നു. രാവിലെ ഈ കത്തിപ്പടർന്ന ഈ ഷോപ്പിംഗ് മാളിൽ ആൾക്കാർ കയറി കൊള്ളയടിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങൾ, കത്തിയ വാഹനത്തിനകത്തു നിന്നുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ നേറ്റീവ്സും കുറെ പാനിക്കാണ്. ഇപ്പൊ ഞങ്ങളുടെ റൂമിലുള്ള ചേച്ചി അനുദീദി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ചേച്ചിയാണ്. അവരും വളരെ പാനിക്കാണ്. അപ്പോൾ എന്നാൽ സിറ്റിയിൽ ഇപ്പോൾ പട്ടാളം ആയതുകൊണ്ട് ഏറെക്കുറെ ശാന്തമാണ്. എങ്കിലും തലേ ദിവസത്തെ ഈ കത്തിച്ചതിന്റെയൊക്കെ പുകയൊക്കെ ഇപ്പോഴും ഈ പുകയാണോ മഞ്ഞാണോ എന്ന് അറിയാൻ പറ്റാത്ത അന്തരീക്ഷമാണ് ഈ നഗരത്തിൽ ഇപ്പോൾ ഉള്ളത്. ഈ അവശ്യ സാധനങ്ങൾ ഒക്കെ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടോ ശ്രീകാന്ത്? എന്തായിരുന്നു? അവശ്യ സാധനങ്ങളൊക്കെ ലഭ്യമാകുന്ന, അത് നിങ്ങൾക്കാണെങ്കിലും പൊതുജനങ്ങൾക്കാണെങ്കിലും ലഭ്യമാകുന്ന സാഹചര്യമുണ്ടോ? എന്ത് ലഭ്യമാകുന്ന കേട്ടില്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സാധനങ്ങളുണ്ടല്ലോ, ഭക്ഷണം, വെള്ളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഭക്ഷണം ഞങ്ങൾ ഇന്നലെ തന്നെ കട അടയ്ക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു അവിടുന്ന്. അപ്പൊ ഈ അനുദീദി പോയിട്ട് അരിയും മറ്റൊക്കെ മേടിച്ചു വെച്ചു, ചിക്കനൊക്കെ. കടകളെല്ലാം ക്ലോസ്ഡ് ആണ് ഇപ്പൊ നഗരത്തിലെ. ശരി, വളരെയധികം നന്ദി. നാളെ നാളത്തോടുകൂടി എയർപോർട്ട് തുറക്കുകയാണെങ്കിൽ വളരെ സേഫായി തിരികെ വേഗം എത്തൂ എന്നാണ് പറയാനുള്ളത്. ശ്രീകാന്ത് അവിടെ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയതാണ്. അതിനിടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത്. വിവിധയിടങ്ങളിൽ നിന്ന് നേപ്പാളിലേക്ക് എത്തിയ നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിലവിൽ യാതൊരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആകെ ഒരു ആശ്വാസം.